നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ്. ട്രെയിനിങ് എങ്ങനെയാണ്? ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്. എങ്ങനെയാണ്? ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? എവ്രി ഹ്യൂമൻ ബീയിങ് ഇൻ ദ വേൾഡ് ഹാവ് ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ്. അതിനു മുന്നേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഏത്? ആറ്റിറ്റ്യൂഡ് ഈസ് ദി ബേസ് ഫോർ ബിഹേവിയർ അല്ലേ? ആറ്റിറ്റ്യൂഡ് ഈസ് ദി ബേസ് ഓഫ് ബിഹേവിയർ. അപ്പോൾ നല്ലൊരു ബിഹേവിയർ എന്ന് പറയുന്നത് കുറേ ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് നല്ലൊരു ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലേ? സോ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട്. നമുക്കറിയാം എന്താണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എന്താണ് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഫോർ എക്സാമ്പിൾ, നമുക്ക് കോളേജിലേക്ക് തന്നെ പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രിൻസിപ്പാൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കോളേജ് വേണ്ട, നമ്മൾ മാതാപിതാക്കൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മോശമായ വാക്കുകൾ സംസാരിക്കുക, അതൊരു മോശം ആറ്റിറ്റ്യൂഡാണ് അല്ലേ? അല്ലേ? അപ്പോൾ ഒരു മോശം ആറ്റിറ്റ്യൂഡുള്ള ആൾക്ക് മോശം ബിഹേവിയറാണ് ഉണ്ടാവുക. ഒരു നല്ല ആറ്റിറ്റ്യൂഡാണ് എന്ത്? മുതിർന്ന ആൾക്കാർ ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക, അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ നല്ല ബിഹേവിയറുള്ള കുട്ടി എന്ന് പറയും അല്ലേ? അപ്പോൾ ആറ്റിറ്റ്യൂഡാണ് ബിഹേവിയറിൻ്റെ ഒരു ബേസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പലപ്പോഴും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, വി ക്യാൻ സീ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലേ? സോ attitudes are the base for behavior. The behavior lead a person's day-to-day actions. The behavior exists in a person's daily life. The behavior leads a man എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് പറയാം? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർട്ടിക്കുലർ ഐഡിയ ഓർ അസംഷൻ വിച്ച് ഫോംസ് ദ ബേസിസ് ഓഫ് വൺസ് ബിഹേവിയർ ആൻഡ് ആക്ഷൻ അല്ലേ? അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? ഒരു പെർട്ടിക്കുലറായിട്ട് ഐഡിയോ അസംഷനാണ്. അതെന്തിലേക്ക് നയിക്കുന്നു? ഒരാളുടെ ബിഹേവിയറിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ ഒരു ജസ്റ്റർ, ഒരു ആക്ഷനിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ആറ്റിറ്റ്യൂഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് വൺസ് ബിഹേവിയർ അല്ലേ? ഒരാളുടെ ബിഹേവിയറിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഘടകമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ? സോ ഇവിടെ പറയുന്നത് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് ആണ്. നമുക്കറിയാവുന്ന കാര്യം, ആൻ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് എംപ്ലോയീസ്, അല്ലെങ്കിൽ ആൻ ഓർഗനൈസേഷൻ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംപ്ലോയീസ്. We earlier discussed that these all employees coming from different origin. They have their own birthplace, they are coming from different culture, they have different region, they have different beliefs, they have different assumption, beliefs, personal characteristics, etc. So one of the important duty or risk faced by the management of an organization is campaigning or leading the different taste and preference of employees in the organization into a single one. So that is one of the important problem faced by the management of every organization. So first of all, we want to change the behavior of employees in the organization in accordance with the behavior expected by the organization. So first of all, we or the organization need to change the attitude of employees. First, the management or the organization need to change or replace the attitude of employees. Then only the organization can change or rectify the behavior of employees. So it is not an easy task. The changing attitude or changing behavior of employees is not an easy task. Why it is not an easy task? Because the attitude or the behavior of an employee
ഈസ് അറ്റൈൻഡ് ത്രൂ ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ്. റൈറ്റ്. ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. എന്തുകൊണ്ട് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റായിട്ട് മാറുന്നു? കാരണം ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് വിവിധ പ്രദേശത്തുനിന്ന് വിവിധ തലത്തിൽ ഉള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ സ്വഭാവ സവിശേഷതകളുണ്ട്. ആ സ്വഭാവ സവിശേഷതകൾ വെച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് ഒരിക്കലും പോകില്ല. കാരണം ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ബിഹേവിയർ ഉണ്ട്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ഒരു തരത്തിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിലേക്ക് എംപ്ലോയീസിനെ എത്തിക്കുക എന്ന് പറയുന്നത് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോട്ട് ആൻ ഈസി ടാസ്ക്. കാര്യം ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അയാളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ, അതായത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബിഹേവിയറിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ബേസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് വർഷങ്ങളെടുത്തുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വളർത്തിയെടുക്കുന്നത്. അത് മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതാണ് നമ്മൾ ഇത്രയും സമയമായിട്ട് പറഞ്ഞു വന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു റൂളാണ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് ഡ്രിങ്കിങ് അല്ലെങ്കിൽ ഡ്രങ്ക് ആർട്സ് എന്നുള്ളത്, അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യുക, സ്മോക്ക് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെയുള്ള ഒരു എംപ്ലോയി അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ ഉള്ള ഒരാളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് മാറ്റിയെടുക്കണം. ഇത് വർഷങ്ങളായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരാൾ, ഡ്രങ്ക് ഹാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയിൻ സ്മോക്കർ, ഇവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമായിട്ടല്ല നമുക്ക് ഉള്ളത്. ഓക്കെ. സോ അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്സിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആറ്റിറ്റ്യൂഡിന് ട്രെയിനിങ് കൊടുക്കുന്നത്. സോ attitudinal training is very necessary in any employee training program conducted in organization. So every kinds of business organization, every forms of business nowadays considering attitudinal training very important. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് എന്തറിഞ്ഞിട്ടുണ്ടാവണം? അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാനേജ്മെൻറ്റ് ആ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് എന്തറിഞ്ഞിട്ടുണ്ടാവണം? എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് വർക്ക്, അല്ലേ? ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഏതിനോടുള്ള ആറ്റിറ്റ്യൂഡ്? ടുവേഴ്സ് ദ വർക്ക്. ഏത് ജോലിയാണോ അയാൾ ചെയ്യുന്നത് ആ ജോലിയോട് അയാൾക്കുള്ള ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പിന്നീടോ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദി ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനോട് അയാൾക്കുള്ള ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ കൊളീഗ്സ്, അയാളുടെ സഹപ്രവർത്തകരോട് അയാൾക്കുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദി വർക്കിംഗ് എൻവറോൺമെൻറ്റ്, അതും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ആറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ ഈ കേസിലൊക്കെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എംപ്ലോയിൻ്റെ എന്ന് അത്യാവശ്യം ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നമ്മുടെ ആരാണോ ഏത് മാനേജ്മെൻ്റ് ആണോ ട്രെയിനിങ് കൊടുക്കുന്നത് അവർ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ. ഇനി ആറ്റിറ്റ്യൂഡിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. ഒരിക്കലും ഒരു ഓർഗനൈസേഷനും നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യില്ല. സോ നമുക്ക് സിംപ്ലി ബ്ലൈൻഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് എവറി ഓർഗനൈസേഷൻ നീഡ് ടു കണ്ടക്ട് ആൻ ആറ്റിറ്റ്യൂഡ് ട്രെയിനിങ് ഇൻ ഓർഡർ ടു മേക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് എംപ്ലോയീസ് വിച്ച് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ വർക്കിംഗ് ഓഫ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ആൻഡ് making or gaining maximum productivity to the organization or maximum profit to the organization. So at the time of providing attitudinal training, the management need to avoid assumptions and belief which against positive thoughts.
അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം? ആറ്റിറ്റ്യൂഡിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മാനേജ്മെൻറ്റ് നിശ്ചയമായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താ? ഈ ട്രെയിനിങ് സെഷനിൽ നെഗറ്റീവായിട്ടുള്ള അസംഷൻസോ ബിലീഫ്സോ ഒരിക്കലും എംപ്ലോയീസിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കാൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടാകണമെന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പറയുന്ന വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ പറയുന്ന ഒരു കാര്യം, ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് എയിംസ് അറ്റ് മേക്കിംഗ് ദി എംപ്ലോയീസ് returning their traditional working practices and styles and question their personal beliefs and assumptions which they initially took for granted, to remove some of these prejudice and think the way of making more improvement in performance. അതായത് ഈ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് എന്ത് ചെയ്തിട്ടുണ്ടാണ്? അതായത് ഇപ്പോൾ ഓർഗനൈസേഷനിൽ കയറി വരുന്ന സമയത്ത് തന്നെ എവ്രി എംപ്ലോയി ഹാവ് ദെയർ ഓൺ പ്രിയർ നോളേജ് ആൻഡ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിയർ പാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഈ എംപ്ലോയീസിൻ്റെ ട്രഡീഷണൽ വർക്കിംഗ് പ്രാക്ടീസസ്, അവർ പൊതുവേ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ജോലീൻ്റെ ആ സ്റ്റൈല് അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളുടെ അവരുടെ തോന്നലുകളെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയും പിന്നീടോ അതിനെയൊക്കെ മാറ്റി നിർത്തുകയും പിന്നീട് എന്ത് ചെയ്യണം? അവരുടെ ആ വർക്കിംഗ് സ്റ്റൈലിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്ങിന് സാധിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ആ കൊടുക്കുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ഏത് എംപ്ലോയിനാണോ കൊടുക്കുന്നത് ആ എംപ്ലോയിക്ക് അതിന് മുന്നേ അയാളുടെ മൈൻഡിൽ ഒരു ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അയാളുടെ ബിലീഫ്സും അസംഷൻസൊക്കെ ഉണ്ടാവും. അയാളുടെ മനസ്സിൽ അയാളുടെ ബിലീഫ്സും അസംഷൻസൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും, പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റായിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്ങിൽ ചെയ്യേണ്ടത് എന്താ? അങ്ങനെയുള്ള പാസ്റ്റ് ബിലീഫ്സിനെ അല്ലെങ്കിൽ അസംഷൻസിനെയൊക്കെ മനസ്സിലാക്കുകയും അതിനെ റെക്ടിഫൈ ചെയ്യുകയും പിന്നീട് അയാളുടെ പഴയ വർക്കിംഗ് സ്റ്റൈലിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്തിട്ട് നല്ല വർക്കിംഗ് സ്റ്റൈൽ ഉണ്ടാക്കുകയും പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കാനും സഹായിക്കാൻ പറ്റണം. ആർക്ക്? നമ്മുടെ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്ങിനെന്നാണ് അവിടെ പറയുന്ന വേറൊരു കാര്യം. ഇനി ഈ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് സാധിക്കണം? അല്ലെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് എന്താ ഗുണം? ഇറ്റ് ഹെൽപ്സ് ടു അസസ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് ടുവേഴ്സ് ജോബ്. ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയർക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ കിട്ടുന്ന എംപ്ലോയി അല്ലെങ്കിൽ നമ്മളെ ട്രെയിനിങ് കൊടുക്കുന്ന എംപ്ലോയിക്ക് ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് ആ ജോലിയോടുള്ളത്. ആൻഡ് വി ക്യാൻ ഓൾസോ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് employees always try to correct their misbehaviors. If an organization providing attitudinal training, then that will help the employees to rectify their misbehaviors. ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും മിസ്ബിഹേവിയേഴ്സ് ഉണ്ടാവാം. അപ്പോൾ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താ? അവർക്ക് ആ മിസ്ബിഹേവിയർ അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താ? ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്ങിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് പോസിറ്റീവ് തിങ്കിങ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് ഐഡിയാസും അസംഷൻസും ബിലീഫ്സും പ്രാക്ടീസസും മാത്രമാണ് ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്. if an employee having bad behavior or misbehaviors in his past, after getting attitudinal training he can correct his misbehaviors and grab good attitude and good behavior. So it makes him perfect or better man. അതുകൂടാതെ നല്ല ഒരു ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് കിട്ടുന്ന എംപ്ലോയിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകും. സോ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് ഹെൽപ്സ് എംപ്ലോയീസ് ടു അറ്റൈൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓൾസോ. അപ്പോൾ ഇത്രയൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണം. അത് മാത്രമല്ല നമുക്ക് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം, if a person in an organization getting attitudinal training, it helps to promote attitudinal changes അല്ലേ. അപ്പോൾ ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കും? ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസിലേക്ക് നയിക്കും. ഏതൊക്കെ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് ആണ് ഉണ്ടാവുക? നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
പങ്ക്ച്വാലിറ്റി, അതായത് കൃത്യസമയത്ത് വരിക, കൃത്യസമയത്ത് ജോലി ചെയ്യുക, കൃത്യസമയത്ത് മാത്രം ജോലി നിർത്തുക, ഇങ്ങനെയുള്ള പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കും. സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ, നല്ല സഹകരണ മനോഭാവം എന്തുണ്ടാവും, ആൾക്കാരിലുണ്ടാവും. ഇതൊക്കെ ഈ പങ്ക്ച്വാലിറ്റി, സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് എന്താ, ഒരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ഉണ്ടാവും. പിന്നീടോ ദേ ഓൾവേസ് റെഡി ടു ടേക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. നമ്മളെല്ലാവരുടെ ഒരു മോശം സ്വഭാവമാണ്, ആരെങ്കിലും നമ്മളെ മോശം സ്വഭാവം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ആ പറയുന്ന ആളെ ഒരിക്കലും ഇഷ്ടമായിരിക്കില്ല പിന്നീടുള്ള കാലത്തോളം. അവർ പറയുന്നത് എന്താ, നമ്മളുടെ ഏറ്റവും മോശമായിട്ടുള്ളൊരു സ്വഭാവത്തിനെ ചൂണ്ടിക്കാട്ടിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചൂണ്ടിക്കാട്ടുന്ന ആൾ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരാളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അയാളെ നമ്മൾ എപ്പോഴും നമ്മുടെ എനിമി ലിസ്റ്റിലേ ഇടുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മളെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ്. പറഞ്ഞാൽ മനസ്സിലായി? ഇപ്പം നമ്മുടെ മുഖത്തൊരു കരിയുണ്ട്, അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ പറയുകയാണ് നിൻ്റെ മുഖത്ത് കരി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഒരു സ്ഥലത്ത് വെച്ച് അയാൾ നമ്മളെ പരിഹസിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ ശരിക്കും ചിന്തിക്കേണ്ടത്? അത് നെഗറ്റീവ് തോട്ടാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, പോസിറ്റീവ് തോട്ടാണ് ചിന്തിക്കേണ്ടത്. നമ്മളെന്താ ചിന്തിക്കേണ്ടത്, ആ കാര്യം മായ്ച്ചു കളഞ്ഞാൽ നമ്മൾ നല്ല സുന്ദരനോ സുന്ദരിയായി മാറും. അതിന് വേണ്ടിയിട്ടാണ് അയാളത് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചു തന്നുള്ള പോസിറ്റീവ് തോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ആറ്റിറ്റ്യൂഡിന് ട്രെയിനിങ് കിട്ടിയാൽ നമുക്ക് ഗുഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതാണ് പറയുന്നത് ടേക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. പുതിയതായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റീവ്, അതായത് പുതിയ തരത്തിലുള്ള നമ്മളെ ക്രിറ്റിസിസംസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും തയ്യാറായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് എന്ത് പറയുന്നത്, ഒരു ചേഞ്ച് എന്ന് പറയുന്നത്.